സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ റോഷൻ ബ്രാൻഡ് ന്യൂ ഡേ ഡൂംസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ലീക്കും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് കുറച്ചധികം നാളായിട്ട് ഞാനും ബിസി ആയിരുന്നു. മൊത്തത്തിൽ എൻ്റെ ഫീഡും മൊത്തത്തിലൊരു മാർവലമയമായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനാണ് ഗോഡ്സില്ല എക്സ് കോങ് സൂപ്പർനോവ. വിട്ടുപോയതെന്ന് പറയാൻ പറ്റത്തില്ല, പറയത്തക്ക അപ്ഡേറ്റോ മറ്റു പരിപാടികളോ ഒരു പടത്തിൻ്റെ ഭാഗമായിട്ട് വരാതിരുന്നതുകൊണ്ടാണ്. ആൻഡ് ഇപ്പോൾ എന്തായാലും പടത്തെ പറ്റി സംസാരിക്കാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ തന്നെയുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഗോഡ്സില്ലയുടെയും കോങ്ങിൻ്റെയും പടത്തിലെ അപ്പിയറൻസ് തൊട്ട് പടത്തിലെ സ്റ്റോറി പ്ലോട്ട് ആൻഡ് പടത്തിലെ മെയിൻ വില്ലനെ പറ്റി കുറച്ച് മേജർ അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സോ അതിനെക്കുറിച്ച് തന്നെ നമുക്കധികം സമയം കളയാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള മോൺസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പടങ്ങളെല്ലാം എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഗോഡ്സില്ലയുടെ പേരാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ പോലും പടത്തിൽ മെയിനായിട്ട് കോങ്ങിനായിരിക്കും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും മറ്റു പരിപാടികളും കൊടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗോഡ്സില്ല കൂടുതലും എല്ലാ പടത്തിലും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ മൂഡിൽ വരുന്ന രീതിക്കാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സൂപ്പർ ഓവർ പവേർഡൊക്കെ ആയിട്ട് ഗോഡ്സില്ലയെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഫാൻസിന് ഒരു തരത്തിലത് രോമാഞ്ചവും പരിപാടികളൊക്കെ ആണെങ്കിലും ഇതല്ല വേണ്ടത്. ഗോഡ്സില്ല എന്നിട്ടുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടി ഓഡിയൻസ് റൂട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കഥയോ മറ്റു പരിപാടികളോ ഒന്നും ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് ആ ഒരു പടം അതൊക്കെ ആ ഒരു പടത്തിന് ശേഷം പിന്നെ ഗോഡ്സില്ല ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ കൂട്ടാണ് എല്ലാ പടത്തിനും പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പർ സൈഡിൽ കോങ്ങിനാണെങ്കിൽ ഓരോ പടം കഴിയും തോറും കോങ്ങിന്റെ ആ ഒരു ക്യാരക്ടർ അടുത്തടുത്ത ഫേസിലോട്ട് കടന്നു പൊക്കൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പൊ തന്നെ കോങ്ങിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ തന്നെ ഒരു കിങ് മൂഡിലോട്ട് പുള്ളി എൻ്റർ ആയി കഴിഞ്ഞു. സോ കോങ്ങിന്റെ കേസിൽ ആ ഒരു ക്യാരക്ടർ അവർക്ക് വെടിപ്പായിട്ട് വരുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇപ്പൊ ഗോഡ്സില്ല ഫാൻസിന്റെ ആ ഒരു വേവലാതിക്ക് ഒരു അറുതി വന്നേക്കുവാണ്. അടുത്ത പടത്തിൽ ഗോഡ്സില്ല എക്സ് കോങ് സൂപ്പർനോവ പടത്തിൽ ഒരു മേജർ ലീഡിൽ വരാൻ പോകുന്നത് ഗോഡ്സില്ല ആയിരിക്കും. ഗോഡ്സില്ലയ്ക്ക് പടത്തിൽ കൊടുക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് കോങ്ങിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കാം. വരാൻ പോകുന്ന പടത്തിൽ കോങ്ങിന് സ്വന്തമായിട്ട് ഒരു ആർമി തന്നെ ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി സ്കാർ കിങ്ങിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു ആർമി ഇപ്പോൾ കോങ്ങിന്റെ കീഴിലോട്ട് മാറിയിട്ടുണ്ട്. സോ കോങ് ലിറ്ററലി ഒരു കിങ് കോങ് മോഡിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. സോ ഈ ഒരു ആർമിയെ വെച്ചിട്ട് മെയിൻ വില്ലനെതിരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കോങ്ങിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. റൈസ് ഓഫ് എൻ എംപയർ പടത്തിലെ കൈയൊളുക്കിയ കോങ്ങിന്റെ കയ്യിലോട്ട് മൊണാർക്ക് ഒരു ഗോൺലെറ്റ് വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ഗോൺലെറ്റിന്റെ കുറച്ചുകൂടെ ഒരു സുപ്പീരിയർ വേർഷൻ നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റുമെന്നാണ് അറിയുന്നത്. അതായത് ഓൾറെഡി കോങ് ആ ഒരു ഗോൺലെറ്റുമായിട്ട് അത്യാവശ്യം അഡാപ്റ്റ് ആയിട്ടുണ്ട്. അവസാനത്തെ ആ ഒരു ബാറ്റിൽ സീക്വൻസിലൊക്കെ അത് വെച്ചിട്ടാണ് സ്കാർക്കിങ്ങിനൊക്കെ എടുത്തിട്ട് പൊളക്കുന്നത്. സോ ആ ഒരു ഗോൺലെറ്റ് മാറ്റി വേറെണ്ണം കൊടുക്കുന്നത് അത്ര അടിപൊളി ആയിരിക്കത്തില്ല. സോ മൊണാർക്കിന്റെ ബേസിൽ വന്നിട്ടുള്ള ആ ഒരു ഗോൺലെറ്റിൽ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് വേർഷൻ ആക്കിയിട്ട് എന്താ പറയുക ഒരു ഫുൾ ആം കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഗോൺലെറ്റ് മാറ്റി റേജ് ഗോൺലെറ്റ് എന്ന പേരിലാണ് ഈ ഒരു പടത്തിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡേ ഇവിടം വരെ ഓക്കെ, ഇതുക്കും മേലെ വന്നു കഴിഞ്ഞാൽ ബോറാവും. കാരണം ഓൾറെഡി ഈ ഒരു പടത്തിന്റെ കോൺസെപ്റ്റ് പരിപാടികളൊക്കെ ലീക്ക് ആയിരുന്ന സമയത്ത് കോങ്ങിന് ഈ ഒരു പടത്തിൽ എന്താ പറയുക ഒരു എക്സോസ്കെൽട്ടൺ ഷൂട്ട് തന്നെ കൊടുക്കുന്നു എന്നുള്ള രീതിക്കൊക്കെ റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൻ അലമ്പാവും. കോങ്ങിന്റെ ഒരു മെയിൻ ഐഡന്റിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്നത് ആ ഒരു വൈൽഡ് നേച്ചറാണ്. സോ ഈ ഒരു എക്സോസ്കെലട്ടൺ ഷൂട്ട് പരിപാടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു റോബോട്ടിക് മോഡിലൊക്കെ പോയിട്ട് കോങ്ങിന്റെ ആ ഒരു സത്ത് തന്നെ പോകുന്ന രീതിയിലാവും. സോ അതുകൊണ്ട് ആ ഒരു പരിപാടിയിലോട്ട് അവർ കടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കോങ്ങും ഗോഡ്സില്ലയും ഈ ഒരു പടത്തിൽ നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പടത്തിന്റെ ഭാഗമായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഓൾറെഡി ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഫുൾ ആം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗോൺലെറ്റ് കോങ്ങിന്റെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇപ്പുറത്ത് നമ്മുടെ ഗോഡ്സില്ലയെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ തടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആശാൻ. ഇപ്പോൾ നമ്മുടെ റൈസ് ഓഫ് എൻ എംപയർ പടം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി നമ്മുടെ ഗോഡ്സില്ലയെ ഭയങ്കര സിക്സ് പാക്ക് ഒക്കെ വെച്ച് ഭയങ്കര എന്താ പറയുക റിപ്ഡപ്പ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ബട്ട് ഈ ഒരു പടത്തിൽ കുറച്ചുകൂടെ ബൾക്ക്ഡ് വേർഷൻ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുകയാണോ എന്നറിയത്തില്ല, കൈക്ക് കുറച്ചുകൂടെ നീട്ടം വെച്ച പോലെയുണ്ട്. ഗോഡ്സില്ലയുടെ ഒരു വീക്ക്നെസ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഗോഡ്സില്ലയുടെ മുൻവശത്തുള്ള രണ്ട് കൈകൾ ഭയങ്കര ചെറുതാണെന്നുള്ളത്. അതിപ്പോൾ എവല്യൂഷൻ സംഭവിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുമുണ്ട്. ആൻഡ് ഈ പടത്തിൽ ഗോഡ്സില്ലയുടെ ആറ്റോമിക് ബ്രത്തും പിന്നെ ആ ഒരു ഡോർസൽ ഫിൻസ് ഒക്കെ ഗ്ലോ ചെയ്യുന്നത് ഗ്രീൻ കളറിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം സത്യാവസ്ഥയിൽ ഉണ്ടെന്ന് അറിയത്തില്ല. ഓരോ പടം കഴിയും തോറും കളർ മാറ്റി കളിക്കുവാണെന്ന് തോന്നുന്നു. പച്ച, മഞ്ഞ, നീല, ചുമല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കളറിലും ഇറക്കുമെന്ന് തോന്നുന്നു ഗോഡ്സില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോഴും ആ ഒരു കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് പടത്തിൽ ആ ഒരു നീല പരിപാടി തന്നെയാണ് ഇഷ്ടം. അതിലേക്ക് ഇനി തിരിച്ചു പോകുന്ന അറിയത്തില്ല. ആൻഡ് പടത്തിലെ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന കാര്യം ഓൾറെഡി കുറേ പേരൊക്കെ അറിഞ്ഞു കാണണം, സ്പേസ് ഗോഡ്സില്ല തന്നെയാണ്. അതിപ്പോൾ കുറച്ചുകൂടെ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു പടത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള ടോയ്സിൽ സ്പേസ് ഗോഡ്സില്ലയുടെ ടോയ്സും ഇറങ്ങിയിട്ടുണ്ട്. വില്ലൻ ആരാണെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയെങ്കിലും ആ ഒരു വില്ലന്റെ ഒറിജിൻ സ്റ്റോറി എങ്ങനെയാണെന്നുള്ള ഒരു കാര്യത്തിൽ നല്ല രീതിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ കോമിക്സ് എടുത്ത് നോക്കിയാലും ഈ ഒരു സ്പേസ് ഗോഡ്സിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് പറഞ്ഞ് ഇന്നത് കാണിച്ചു തരാനില്ല. ഒരുപാട് ഒറിജിൻ സ്റ്റോറി ഉണ്ട്. അതിൽ തന്നെ ചില ഒറിജിൻ സ്റ്റോറികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ളതൊക്കെയാണ്. സോ അതൊക്കെ അവർ അഡാപ്റ്റ് ചെയ്ത് ഈ ഒരു പടത്തിൽ കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. കുറച്ചൊന്ന് ടേൺ ഡൗൺ ചെയ്ത രീതിയിലായിരിക്കും ഇതിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. പടത്തിൽ ഗോഡ്സില്ലയുടെ DNA ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലോട്ട് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പേസ് ഗോഡ്സിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു കോമിക് സ്റ്റോറി ഒക്കെ ഉണ്ട്. അത്തരത്തിലൊക്കെ പടത്തിൽ കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഒരു നോർമൽ ഓഡിയൻസിന് അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. സോ അവരെന്തെങ്കിലും അതിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. റൂമേഴ്സ് വഴി കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പടത്തിന്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ ആ ഒരു ഹോളോ എർത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് അടിച്ച് പിരിയുന്ന ഒരു ഫൈറ്റ് ഉണ്ടല്ലോ. സോ ആ ഒരു ഫൈറ്റിൽ കുറച്ച് ക്രിസ്റ്റൽസ് കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു ക്രിസ്റ്റൽസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഗ്രാവിറ്റിയിൽ തന്നെ കുറച്ച് വ്യതിയാനങ്ങൾ സംഭവിച്ച് എല്ലാവർക്കും പറക്കാനുള്ള ഒരു കഴിവ് വരെ കിട്ടുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് സ്പേസ് ഗോഡ്സില്ല ക്യാൻ ഓൾസോ ഫ്ലൈ എന്നൊരു കാര്യം അറിയാമല്ലോ. ആൻഡ് ഈ ഒരു ക്രിസ്റ്റൽസിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ആ ഒരു ക്രിസ്റ്റൽസിന്റെ എൻഹാൻസ്ഡ് വേർഷൻ എഫക്ട് ചെയ്തിട്ട് സ്പേസ് ഗോഡ്സിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനൊക്കെയാണ് പടത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു രീതിക്കൊക്കെ കേൾക്കുന്നത്.
കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് കൺവിൻസിങ് ആവുമെന്ന് തോന്നുന്നു. അതായത് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേൾഡുമായിട്ട് കണക്ട് ചെയ്ത രീതിയിൽ ആ ഒരു സ്പേസ് ഗോഡ്സിലെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഓഡിയൻസിനും കാണുന്നവർക്ക് എല്ലാം തന്നെ കുറച്ചുകൂടി കണക്ഷൻ കിട്ടും പടത്തിൽ. അതല്ല കോമിക് ആക്യുറേറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഇമാതിരി ബ്ലാക്ക് ഹോൾ പരിപാടികളോ അല്ലെങ്കിൽ അതിലും മേലുള്ള പരിപാടികളൊക്കെ ഇറക്കുവാനാണ് പ്ലാൻ എങ്കിൽ അറിയത്തില്ല അതിന് എത്രമാത്രം കൺവിൻസിംഗ് ആയിട്ട് അവർ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പടത്തിൽ ഇത് വർക്കൗട്ട് ആവുന്ന കാര്യം. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ ഈ ഒരു സ്പേസ് ഗോഡ്സിലെ വെച്ചിട്ട് എർത്തിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ഒരു ഷെഡ്യൂളിന് അവർ മെയിനായിട്ട് പേര് കൊടുത്തിട്ടുള്ളത് ആൽഫ ടൈറ്റൻസ് ഫൈറ്റ് എന്നാണ്. സോ ആൽഫ ടൈറ്റൻസ് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഗോഡ്സിലെയോ കോങ്ങോ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ഷെഡ്യൂളിന് തീർച്ചയായിട്ടും അവരെ ബേസ് ചെയ്ത് എന്തെങ്കിലും പേര് കൊടുത്തേനെ. ബട്ട് ഇവിടെ ആൽഫ ടൈറ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഗോഡ്സിലെയും കോങ്ങിനെയും കൂടാതെ ഒരുപിടി മോൺസ്റ്റേഴ്സ് ഈ ഒരു മോൺസ്റ്റേഴ്സിൽ ചുറ്റി നടപ്പുണ്ട്. സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് പടത്തിന്റെ അവസാനം തന്നെ ഗോഡ്സിലയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന കുറെ മോൺസ്റ്റേഴ്സിനെ കാണാം. സോ ഇവരൊക്കെ എവിടെയെന്നുള്ളൊരു കാര്യത്തിൽ അടുത്തടുത്ത പടങ്ങളിൽ യാതൊരു ഐഡിയയും ഇല്ല. ഭൂമിയിലെ ഗ്രാൻഡ് കാനിയനിലാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സോ ആ ഒരു സ്ഥലത്ത് മേ ബി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ആ ഒരു മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സ്പേസ് ഗോഡ്സിലയുടെ ഫൈറ്റ് ആയിരിക്കണം അവരെടുക്കുന്നത്. മെയിനായിട്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്പേസ് ഗോഡ്സിലെ നേരെ നമുക്ക് കോങ്ങിന്റെയും ഗോഡ്സിലയുടെയും കൂടെ ഇടികൂടാൻ വിടാൻ പറ്റത്തില്ലല്ലോ. സോ അതിനു മുമ്പ് ഈ ഒരു സ്പേസ് ഗോഡ്സിലെ ആരാണ് ഇവന് എന്തൊരു വേണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഓഡിയൻസിന് കറക്റ്റായിട്ട് കിട്ടണം. സോ ഈ ഒരു സ്പേസ് ഗോഡ്സിലയുടെ പവർ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കത്തിലെ ഫസ്റ്റ് ആക്ടിൽ ഒരു ഫൈറ്റ് ആയിരിക്കണം ഇത്. ഫസ്റ്റ് ആക്ടിലെ ഫൈറ്റ് തന്നെ സ്പേസ് ഗോഡ്സിലെ വേഴ്സസ് ഇത്തരത്തിലുള്ള ആൽഫ ടൈറ്റൻസ് രീതിയിലാണ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ പടം പോകെ പോകെ എത്ര വലിയ ഇവന്റ്സ് ആയിരിക്കും കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കാം. ഓക്കെ, ഇത്ര നേരം ഞാൻ പറഞ്ഞത് സ്പേസ് ഗോഡ്സിലെ ആണ് ഈ ഒരു പടത്തിലെ മെയിൻ വില്ലനായിട്ട് വരിക എന്നുള്ളൊരു കാര്യം നടക്കുവാണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഇപ്പോഴും ഒരു 80% ചാൻസ് തന്നെ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതല്ലെങ്കിൽ ഐ മീൻ സ്പേസ് ഗോഡ്സിലെ അല്ലെങ്കിൽ പിന്നെ ആര് ഗ്രേഫാൻ, ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. സോ ആ ഒരു ക്യാരക്ടറും ഈ പടത്തിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പറ്റും, അതിനോട് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോഡ്സില്ല കോങ് സ്പേസ് ഗോഡ്സില്ല എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ വാർണർ ബ്രോസിന് ഓൾറെഡി നമ്മുടെ ടോഹോ ആയിട്ടുള്ള ആ ഒരു ഡീലർഷിപ്പിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്രൂവൽ, പ്രോഫിറ്റ് ഷെയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ബട്ട് ഗോഡ്സിലെയും കോങ്ങിനെയും ഇനി അവർക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ ഒരു യൂണിവേഴ്സിന്റെ തന്നെ മെയിൻ സോൾ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. ആ ഗതിക്ക് ഇവർ മറ്റ് ക്യാരക്ടേഴ്സിനെ ഐ മീൻ ടോഹോ ആയിട്ടുള്ള ഡീലർഷിപ്പിൽ വരുന്ന മറ്റ് ക്യാരക്ടേഴ്സിനെ നൈസായിട്ട് പല സ്ഥലത്തും ഒഴിവാക്കുന്നുണ്ട്. അതിലൊരു ക്യാരക്ടറാണ് സ്പേസ് ഗോഡ്സില്ല. സോ സ്പേസ് ഗോഡ്സിലെ ഒഴിവാക്കിയിട്ട് വേറൊരു വില്ലനെ കൊണ്ടുവരുവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാരണത്തിലൊന്ന് ഇതാണ്. കഴിഞ്ഞ പടത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സ്കാർ കിങ്, ഷിമു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഒക്കെ നമ്മൾ മെയിനായിട്ട് കാണാൻ തന്നെ കാരണം ഇതാണ്. ഈ ഒരു ടോഹോ ആയിട്ടുള്ള ഡീലർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് തെരഞ്ഞു പിടിച്ച് നമ്മുടെ WB എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്രേഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ മെയിൻ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാമോഫ്ലേജ് എഫക്റ്റ് ആണ്. അതായത് തന്റെ എതിരാളിയുടെ അതേ ഫീച്ചേഴ്സ് തന്നെ എതിരാളിയെ നോക്കി പഠിച്ച് തനിക്ക് വരുത്താനായിട്ട് ഈ ഒരു ക്യാരക്ടറിന് പറ്റും. പോരാത്തിന് ലുക്ക് വൈസും ഒരു ഡ്രാഗൺ ഫീൽ നമുക്ക് കിട്ടും. സോ പറക്കുന്ന ഒരു വില്ലനാണെന്നുള്ള രീതിക്കാണ് ഓൾറെഡി റൂമേഴ്സ് വഴി വരുന്നത്. സോ സ്പേസ് ഗോഡ്സിലെ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനും പറക്കാനുള്ള കഴിവുണ്ട്. സോ ചാൻസസ് ആർ ദർ. പറക്കുന്ന ഗോഡ്സിലുമായിട്ട് കോങ്ങിന്റെ പൂർവികർ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിത്രപര പരിപാടികൾ പാറയമ കൊത്തി വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പടത്തിൽ ഈ ഒരു ക്യാരക്ടറുമായിട്ട് ഈ ഒരു കോങ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചരിത്രം ആവർത്തിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. സ്പേസ് ഗോഡ്സില എന്ന് പറയുമ്പോൾ കോങ്ങിന് അവിടെ തീരെ പ്രസക്തിയില്ല. സ്പേസ് ഗോഡ്സിലെ വെച്ച് നോക്കുമ്പോൾ സ്പേസ് ഗോഡ്സിലേക്ക് ഈ ഒരു കോങ് ഒരു മാച്ചേ അല്ല. സോ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പടം മെയിനായിട്ട് ഗോഡ്സിലെ ഫോക്കസ് ചെയ്ത് വരാൻ പോകുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഗോഡ്സിലേക്ക് മാച്ച് ആയിട്ടുള്ള ഒരു വില്ലൻ എന്നുള്ള രീതിക്ക് സ്പേസ് ഗോഡ്സിലെ വരാനും ചാൻസ് ഉണ്ട്. സോ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്, അത്ര തന്നെ. അത് വല്ലാത്തൊരു ചാൻസ് പറയലായി പോയെന്നറിയാം. കൃത്യമായിട്ടുള്ള ഒരു റൂമേഴ്സും പരിപാടികളൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ പടത്തിലെ വില്ലന്റെ ഭാഗത്ത് കിട്ടുന്ന പക്ഷം ഞാൻ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും തൽക്കാലം പടത്തിന്റെ ഭാഗമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ തന്നെ ഏതൊരു ന്യൂസാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത്? പടത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എത്രമാത്രം ഹൈപ്പ് കയറി ഇരിക്കുകയാണ് ഗോഡ്സില്ല കോങ്? നിങ്ങൾ ഏത് ടീമാണെന്നുള്ളൊരു കാര്യം എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.